ഞങ്ങൾ 7,000 രൂപ ഓണറേറിയം കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ. കേന്ദ്രം കൊടുക്കുന്നത് ഫിക്സഡ് ഇൻസെൻറ്റീവാണ്. അത് വർദ്ധിപ്പിക്കണമെന്ന് ന്യായമായും ആവശ്യപ്പെടാം, അതിൽ തെറ്റില്ല. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനം ഉയർന്ന ജീവിത ചെലവുള്ള സംസ്ഥാനം എന്ന് മാത്രമല്ല ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് വലിയ ഫോക്കസ് ഉള്ള സംസ്ഥാനം. അപ്പോൾ ആ സംസ്ഥാനം ഇപ്പോൾ കൊടുക്കുന്ന 7,000 കൊടുത്താൽ മതിയോ? സംസ്ഥാനത്തിന്റെ കോർട്ടിലുള്ള പന്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. 7,000 മാത്രമല്ല സംസ്ഥാനം കൊടുക്കുന്നത്. അതായത് ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് പറയുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഷെയർ കൂടിയുണ്ട്. അത് 60-40 അനുപാതം. 60% കേന്ദ്ര സർക്കാർ കൊടുക്കും, 40% സംസ്ഥാന സർക്കാർ കൊടുക്കും. അതായത് ഫിക്സ്ഡ് ഇൻസെന്റീവ് 3,000 ആണ്. 2,000, 1,000, 3,000 രൂപയാണ്. ആ ഫിക്സ്ഡ് ഇൻസെന്റീവിൽ തന്നെ 1,800 രൂപ കേന്ദ്ര സർക്കാരും 1,200 രൂപ സംസ്ഥാന സർക്കാരും. ഇപ്പം ജനുവരിയിലെ ഒരു ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ, ഞാൻ ഈ പറയുന്നത് ആശമാർക്ക് കൂട്ടിക്കൊടുക്കരുത് എന്നുള്ള നിലപാടല്ല സർക്കാരിന്. പക്ഷേ സംസ്ഥാനം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് വ്യാപകമായിട്ട് പ്രചരണം നടക്കുന്നുണ്ട്. 7,000 രൂപ പോലും കിട്ടുന്നില്ല, 7,000 രൂപയെ കൊടുക്കുന്നുള്ളൂ എന്ന മട്ടിലുള്ള വലിയ പ്രചരണങ്ങൾ നടന്നിരുന്നു ആദ്യഘട്ടത്തിൽ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതായത് ഫിക്സ്ഡ് ഇൻസെൻറ്റീവിൽ 40% സംസ്ഥാന സർക്കാർ. പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ 89.9% ആശമാർക്ക് ഇപ്പോൾ ജനുവരിയിൽ നമ്മൾ കണക്ക് നോക്കിയാൽ 13,000 രൂപയ്ക്ക് 10,000-നും 13,000 ഇടയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അവർക്ക് വേതനം ലഭിച്ചിട്ടുണ്ട്. 13,000 രൂപ ഒരു ആശ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുമ്പോൾ അതിൽ 9,400 രൂപയും സ്റ്റേറ്റ് കൊടുക്കുന്നതാണ്. അത് 7,000 പ്ലസ് ഇൻസെൻറ്റീവിൻ്റെ ഷെയറും കൂടി കൊടുക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യം കേരളത്തിലെ ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയിൽ മിനിമം കൂലിക്ക് സമാനമായ തുക ഈ ആരോഗ്യ പ്രവർത്തകർക്ക് കിട്ടുന്നത് ഉറപ്പാക്കൽ ഒരു നയത്തിന്റെ പ്രശ്നമല്ല. ഇല്ല, CITU ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ അവർക്കത് സമരം നടത്താനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ടല്ലോ. ഓൾ ഇന്ത്യ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ 500 രൂപ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്, 1,000 രൂപ കിട്ടുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ 5,000 രൂപയാണ്. ഇല്ല, ഉയർത്തിയിട്ടില്ല. ഏപ്രിൽ 1 മുതൽ ഇല്ല, അത് ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായിരുന്നു മറ്റൊരു തെറ്റായ പ്രചരണം. അല്ല, നമ്മൾ അന്നത്തെ വാർത്തകളൊക്കെ പരിശോധിച്ചാൽ കേരളത്തിൽ നടന്നതുപോലെ തന്നെ ആശമാർ കർണാടകയിൽ സമരം നടത്തി, മുഖ്യമന്ത്രി പ്രതിനിധി അയച്ചു. അന്ന് അവിടെ പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ഏപ്രിൽ 1 തീയതി മുതൽ ആശമാരുടെ ആനുകൂല്യം 10,000 രൂപ ഉയർത്തുമെന്നാണ് അനൗൺസ് ചെയ്ത്. കേരളത്തിൽ അതിൽ കൂടുതലാണ്. അതായത് അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പുകളോ അദ്ദേഹം പറഞ്ഞതായിട്ട് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഓണറേറിയവും ഇൻസെൻറ്റീവ്സും കൂടെ പരമാവധി 10,000 രൂപ തരും, അല്ലെങ്കിൽ 10,000 രൂപയിൽ കുറയാത്ത ഒരു തുക. 10,000 രൂപ ഇൻഷുർ ചെയ്യും. ഓൾറെഡി കർണാടക ഗവൺമെന്റ് 5,000 രൂപ ഓണറേറിയം കൊടുക്കുന്നുണ്ട്, കൂടാതെ സെൻട്രൽ ഇൻസെന്റീവ്. അപ്പോൾ ഓൾറെഡി തന്നെ അത് എനിക്ക് തോന്നുന്നു 10,000 അടുത്തുണ്ടാകാം. അതായത് എല്ലാവർക്കും അത് ലഭിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ കർണാടകയുടെ മുഖ്യമന്ത്രി അവരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ആശമാർക്ക് 10,000 കിട്ടത്തക്ക രീതിയിലേക്ക് അത് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ അത് ആ നിലയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. കേരളത്തിൽ ഇപ്പോൾ അതിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട്, 14,000 രൂപ ലഭിക്കുന്ന ആശമാരുണ്ട്. അപ്പോൾ അവിടെയും ഞാൻ പറയട്ടെ, ഇത് പറയുമ്പോൾ ഇത് ഉയർത്തരുത് എന്നൊരു നിലപാടല്ല സർക്കാരിനുള്ളത്.